ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോട്ട്സ്പോട്ടിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു കഥയാണ്. അപ്പോൾ എല്ലാവരും കഥ മുഴുവനായും തന്നെ കേൾക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ. കഥയുടെ പേര് അഭിരാമി. അമ്മേ, ദേ അച്ഛൻ വന്നു. ഞങ്ങളെ കണ്ടവിടാൻ തന്നെ ഉമ്മറത്തിരുന്ന് പുസ്തകം വായിച്ചു കൊണ്ടിരുന്ന അരപ്പാവാടക്കാരി വിളിച്ച് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോയി. രാമേട്ടൻ കയ്യിലിരുന്ന കുട വിറയത്തുണ്ടായിരുന്നൊരു അയയിൽ തൂക്കിയിട്ടു. പിന്നെ എൻ്റെ കയ്യിലിരുന്ന് സഞ്ചി വാങ്ങിച്ചു. മുറ്റത്ത് തന്നെ മടിച്ചു നിന്ന് എന്നോട് പറഞ്ഞു, വാ കയറി വാ, അകത്തോട്ടിരിക്കും. അമ്മിണിയെ തിണ്ണയിൽ കിടന്ന തടിക്കസേരയിൽ ഇരുന്നൊന്ന് വീശിക്കൊണ്ട് അകത്തേക്ക് നോക്കി രാമേട്ടൻ വിളിച്ചു. എന്നെ അടുത്ത് കണ്ട കസേര ചൂണ്ടിക്കാണിച്ചു. ഞാൻ ചെറിയ തുണിയുടെ അരികിലേക്ക് മാറി നിന്നതേ ഉള്ളൂ. ആകെ ഒരു സങ്കോചം, ഒരമ്പരപ്പ്. കയ്യിലിരുന്ന ബാഗ് താഴെ വെച്ചു. ഇളയമ്മ വെള്ളം കൊണ്ടുവരാൻ പോയത് അച്ഛ. അകത്തുനിന്ന് അല്പം കൂടി മൂത്ത വേറൊരു കിളിനാദം കിട്ടും. മോളിങ്ങ് വന്നേ, ഇതകത്തോട്ട് കൊണ്ടുപോയിക്ക്. ഇതാ വരുന്ന അച്ഛ. വീണ്ടും കിളിനാദം. പുറകെ അതിൻ്റെ ഉടമയും വാതിൽക്കൽ തല കാണിച്ചു. രാമേട്ടൻ്റെ കയ്യിൽ നിന്ന് സഞ്ചി വാങ്ങുമ്പോഴായിരുന്നു തിണ്ണയിരികിൽ നിന്ന് എന്നെ കണ്ടത്. കണ്ടപാടെ അവളുടെ മുഖത്തൊരമ്പരപ്പും അവിശ്വസതയും, ചുണ്ടിൽ എൻ്റെ പേരുച്ചരിക്കുന്നതിൻ്റെ അടയാളം. രാജാമണി. എൻ്റെയും മനസ്സിൽ വിസ്മയം. ഒരു നിമിഷം എന്നെ തന്നെ നോക്കി നിന്ന ആ മുഖം കുഞ്ഞു. മറ്റെന്തൊക്കെയോ വികാരങ്ങൾ ആ മുഖത്ത് പ്രതിഫലിച്ചു. നീ എന്താടി മിഴിച്ചു നോക്കുന്നത്? ഇത് നമ്മുടെ രാജു തന്നെയാ മോളെ. എനിക്കറിയാം, മുമ്പ് വന്നപ്പോൾ ഞാൻ കണ്ടതാണല്ലോ. അവളുടെ പുറകിൽ നിന്ന് മിനിമോൾ പറഞ്ഞു. എനിക്കറിയാം. മുഖമുയർത്താതെ തന്നെ അവൾ അഭിരാമി മറുപടി പറഞ്ഞു. എങ്കിൽ മോളി ചെന്ന് കാപ്പി എടുത്തോണ്ട് വാ, രാജുവിനും കൊടുക്ക്. ഇവ ഇനി പരീക്ഷ കഴിയുന്നവരെ ഇവിടെയാണ് നിൽക്കാൻ പോണത്. അഭിരാമി അകത്തേക്ക് കയറിപ്പോയി. മിനിമോൾ എന്നെ നോക്കി പറഞ്ഞു. രാജുവിൽ ഇന്നാളത്തെ ഏതായാലും തടി വെച്ചു. അങ്കിളിൻ്റെ മീശയ്ക്കും നല്ല കട്ടിയാ. അവളെൻ്റെ അംഗപ്രത്യംഗം വിലയിരുത്തുന്നത് പോലെ തോന്നി. ഇൻസ്പെക്ടർ ആകാൻ നോക്കുന്ന ആളല്ലേ, വലിയ മീശ വേണം. എന്നാൽ ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറട്ടെ. നീ കയറി ഇരിയടാ മോനെ. എടാ, ഇത് നിന്റെ വീടാണെന്ന് തന്നെ വിചാരിക്കണം കേട്ടോ, പറഞ്ഞിട്ട് രാമേട്ടൻ അകത്തേക്ക് പോയി. ഞാൻ തിണ്ണയിൽ കസേരയിൽ കയറിയിരുന്നു. 1.5 വർഷം മുമ്പ് കണ്ട അതേ വീടും ചുറ്റുപാടുകളും, ഒരു മാറ്റവുമില്ല. അല്ലെങ്കിൽ തന്നെ സർക്കാർ ഓഫീസിലെ ഒരു ഗുമസ്തന് പെട്ടെന്ന് എന്ത് മാറ്റം വരുത്താൻ പറ്റും? അന്ന് ഞാൻ വന്നപ്പോഴും അഭിരാമിയെ കണ്ടിട്ടില്ല. പക്ഷെ 4 വർഷം മുമ്പ് കണ്ട അഭിരാമി അല്ലേ വിളിപ്പോൾ. സിനിമാ നടി ജ്യോതികയുടെ പണ്ടത്തെ ശരീരപുഷ്ടി, അതൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്ന അത്ര തുള്ളിത്തുളുമ്പുന്ന യൗവനം. തടിച്ചു വിടുന്ന ചുണ്ടുകൾക്ക് ഇന്നൊരു യുവതിയുടെ മാതകത്വം കൈവന്നിരിക്കുന്നു. എടുത്തുകുത്തിയ സാരിക്ക് താഴെ കണ്ട വെളുത്ത കണ്ണങ്കാലുകൾ അവളുടെ മേനയുടെ നിറത്തിൻ്റെ ഒരു സാമ്പിൾ മാത്രം. അലസമായി കെട്ടിവച്ചിരിക്കുന്ന മുടി. ഇവൾ എന്തുമാത്രം മാറി. പക്ഷെ എന്നോടുള്ള സമീപനം എന്തായിരിക്കും? അതോ പഴയതിൻ്റെ ബാക്കിയാകുമോ? എങ്കിൽ ഇവിടെ കഴിഞ്ഞുകൂടുന്നത് ഒരു വീർപ്പുമുട്ടലായിരിക്കും. അങ്കിളെ, കാപ്പി. പാല് തീർന്നുപോയി. അച്ഛൻ ഇത്ര നേരത്തെ വരുന്നറിഞ്ഞില്ല. കട്ടൻ കാപ്പി ഗ്ലാസ് എൻ്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അത് വാങ്ങി മുത്തിക്കുടിക്കുന്നതിനിടയിൽ ഞാൻ ചോദിച്ചു, മിനിമോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10th. ചേച്ചിയോ? ചേച്ചി പഠിത്തം നിർത്തി, ഇപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുക. എവിടെയാ? ടൗണിൽ. എന്നുമില്ല, ആഴ്ച 3 ദിവസം. അങ്കിൾ എന്തിനാ അവിടെ നിൽക്കാൻ പോണേ? അങ്ങോട്ട് കടന്നു വന്ന അച്ഛനാണ് അതിനുത്തരം പറഞ്ഞത്. അതെ, ഈ അങ്കിളിനെ അവരുടെ നാട്ടിൽ നിന്ന് കോളേജിൽ വന്നു പോകാൻ സൗകര്യം കുറവാണ്. 2 ബസ് മാറി കയറുമ്പോൾ പഠിക്കാൻ നേരമില്ല. പരീക്ഷയ്ക്ക് ഒത്തിരി പഠിക്കാനുള്ളതല്ലേ. ഒഴിഞ്ഞ ക്ലാസ്സുമായി മിനിമോൾ അകത്തേക്ക് പോയി. നീ ആ ബാഗ് എടുത്ത് തൽക്കാലം ആ ചായ്പിൽ വയ്ക്കി. സൗകര്യമൊക്കെ പിന്നെ ഉണ്ടാക്കാം. അബി, മോളെ അബി. എന്താ അച്ഛാ? അകത്തുനിന്നും അഭിരാമി വിളി കേട്ടു. മോളെ ചായ്പൊന്ന് വൃത്തിയാക്കിക്കേ. ആ ചാക്കുകെട്ടൊക്കെ വേറെ എവിടെയെങ്കിലും എടുത്തു വയ്ക്കി. ശരി അച്ഛൻ. അയ്യോ വേണ്ട, അതൊന്നും മാറ്റണ്ട, ഞാൻ തന്നെ വൃത്തിയാക്കിക്കൊള്ളാം, ഞാൻ വിലക്കി. ഉള്ള സൗകര്യത്തിനൊക്കെ കഴിഞ്ഞുകൊള്ളു. ചൂടത്ത് യാത്ര കഴിഞ്ഞതല്ലേ, വേണേ തോട്ടിൽ പോയി കുളിച്ചോ. തോട്ടുവക്കത്തി കിണറ്റിലേ ഇപ്പോൾ വെള്ളമുള്ളൂ. വേനലല്ലേ, തോട്ടിലിപ്പം വേണേ ഒന്ന് മുങ്ങാം. കുറേ കഴിഞ്ഞ് അതും ഉണങ്ങും. രാമേട്ടൻ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ഇടതുവശത്ത് ചായ്പിലേക്ക് കയറി. ബാഗ് ഒരു മൂലയിൽ വെച്ചു. ചെറിയ ഒരു ചായ്പ്. പുറംതിണ്ണയിൽ നിന്നുമായിരുന്നു അതിൻ്റെ വാതിൽ. 1-2 ചാക്കുകെട്ടുകൾ അവിടെ ഇരുന്നത് ഒരു അരികിലേക്ക് ഞാൻ ഒതുക്കി വെച്ചു. അപ്പോഴേക്കും ഒരു ചൂലുമായി അബി വന്നു. എന്നെ കണ്ടൊന്ന് ശങ്കിച്ചു നിന്നു.
എൻ്റെ മുഖത്തേക്ക് അവൾ നോക്കിയില്ല. ഞാൻ മെല്ലെ ഒരു അരികിലേക്ക് മാറി നിന്നു. അവൾ എന്നെ നോക്കാതെ തന്നെ ചോരയിലും ചുറ്റിലുമുള്ള മാറാല തട്ടിക്കളയാൻ തുടങ്ങി. ആ ചൂലിങ് തന്നേക്കും, ഞാൻ തന്നെ ചെയ്തോളാം, ഞാൻ പറഞ്ഞു. ഒന്ന് ചിന്തിച്ചിട്ട് അവൾ ചൂലവിടെ ചാരി വെച്ചു. പിന്നെ പുറത്തേക്ക് പോകുകയും ചെയ്തു. ഞാൻ സമയം കളയാതെ പൊടിയൊക്കെ തൂത്തുവാരിക്കളഞ്ഞു. ഒരു ചെറിയ കട്ടിലുണ്ടായിരുന്നതിൻ്റെ പ്ലാസ്റ്റിക് കെട്ടിയത് പലയിടത്തും പൊട്ടിപ്പോയിരുന്നു. ഉപയോഗിക്കാതെ കിടന്ന മുറിയായിരുന്നു അത് എന്നെനിക്ക് മനസ്സിലായി. ബാഗ് തുറന്ന് തോർത്തെടുത്തു. തോട്ടിലേക്കുള്ള വഴി എനിക്കറിയാമായിരുന്നു. തോട്ടിലേക്ക് നടക്കുന്ന വഴി ഞാൻ ആലോചിച്ചു. എൻ്റെ ഒരു ഗതികേട്, അല്ലെങ്കിൽ വല്ലവൻ്റെയും ആശ്രയിക്കേണ്ടി വരുമായിരുന്നു. വിധി അപകടത്തിൻ്റെ രൂപത്തിൽ എൻ്റെ അച്ഛനെ തട്ടിയെടുത്തില്ലായിരുന്നെങ്കിൽ, എൻ്റെ അമ്മയ്ക്ക് ആസ്മയും വലിയും വന്നില്ലായിരുന്നെങ്കിൽ, കൃഷ്ണൻകുട്ടി എന്ന പോലീസുകാരൻ്റെ ഈ മകന്, കേശവൻ എന്ന മീൻതരകൻ്റെ കൊച്ചുമോന്, അവൻ്റെ അച്ഛൻ്റെ ആശയായിരുന്ന ഇൻസ്പെക്ടർ എന്ന പദവി ബുദ്ധിമുട്ടില്ലാതെ നേടിയെടുക്കാമായിരുന്നു. കടപ്പുറത്ത് പണക്കാരനായ മീൻതരകൻ്റെ മോളായ ഗൗതമിക്ക് സ്നേഹിച്ച പുരുഷൻ്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങിത്തിരിച്ചു എന്ന കുറ്റത്തിന് നാടുവിടേണ്ടി വരുമായിരുന്നു. പണക്കാരെല്ലാവരും ക്രൂരന്മാരും കൂടിയാണെന്ന് എനിക്ക് തോന്നി. ഭാര്യയുടെ അച്ഛൻ്റെ കൺവെട്ടത്തു നിന്നും ഓടിപ്പോന്ന എൻ്റെ അച്ഛന് ഈ രാമേട്ടൻ അന്ന് ജോലി ചെയ്ത സ്ഥലത്ത് വാടകയ്ക്കൊരു വീട് തരപ്പെടുത്തിയത് വെറും സ്നേഹബന്ധവും പിന്നെ അത്യാവശ്യം കുറച്ച് കടപ്പാടിൻ്റെയും പേരിലായിരുന്നു. ഇപ്പോഴിപ്പോഴായി ആ സഹായത്തിൻ്റെ പേരിൽ വിധവയായ അമ്മയ്ക്ക് രാമേട്ടൻ്റെ പേര് ചേർത്ത് അപമാനം സഹിക്കേണ്ടി വന്നു. യവനം വിട്ടുപോകാത്ത സ്നേഹിതൻ്റെ വിധവയെ സഹായിക്കുന്നത് സാധുവായ രാമേട്ടൻ്റെ ചെറുപ്പക്കാരിയായ രണ്ടാം ഭാര്യയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. വല്ല നിവൃത്തിയുമുണ്ടെങ്കിൽ അമ്മ മീൻകുട്ട ചുമന്ന് തന്നെ ഹോസ്റ്റലിൽ അയക്കുമായിരുന്നു. പാവം എൻ്റെ അമ്മ. ഒരു ഗതിയുമില്ലാതെ വന്നപ്പോൾ രാമേട്ടനോടൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. മരുന്ന് വാങ്ങാൻ സഹായിക്കുന്നത് കൂടാതെ മകന് പരീക്ഷയ്ക്ക് പഠിച്ചെഴുതാൻ ഒരു സൗകര്യം എവിടെയെങ്കിലും കോളേജിനടുത്ത് ചെയ്തു കൊടുക്കണമെന്ന് അമ്മ സങ്കേചത്തോടെ പറഞ്ഞു. തൻ്റെ വീട്ടിലായിക്കോട്ടെ എന്ന് രാമേട്ടൻ നിസ്സംശയം പറഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു, ശാരദയ്ക്ക് ഇഷ്ടമാകുമോ ആവും? അത് നോക്കിയിട്ട് കാര്യമില്ല. അവന് കഴിവുണ്ടെങ്കിൽ അവൾ എങ്ങനെയെങ്കിലും വശത്താക്കി കാര്യം കാണണം. 3-4 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് കേട്ട ഞാൻ പറഞ്ഞു, വേണ്ടമ്മേ, ഞാൻ ഇവിടെ നിന്നും പോയി ഒന്ന് പഠിച്ചോളാം. എൻ്റെ മോനെ, നല്ല മാർക്ക് കിട്ടിയില്ലെങ്കിൽ നിന്റെ അച്ഛൻ ആശിച്ച ജോലിക്ക് അപേക്ഷ പോലും കൊടുക്കാൻ പറ്റത്തില്ലടാ. നീ സഹിക്ക്. ശാരദ പാവ, വല്ലതും പറഞ്ഞാലും നീ അങ്ങ് കേട്ടില്ല എന്ന് വെച്ചേര്. ഇനിയൊന്നും നോക്കാനില്ല. വെള്ളിയാഴ്ച ഉച്ച കഴിയുമ്പോൾ ഞാൻ വരാം. രാജു, നീ ഒരുങ്ങി നിന്നോണം. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ശത്രുവിൻ്റെ വീട്ടിൽ അഭയം തേടിയിരിക്കുന്നു. ശാരദാമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ അഭിരാമിയുടെ കാര്യം, അവളുടെ മനസ്സിലിരിപ്പ് എന്താണോ ആവും. 4 വർഷം മുമ്പായിരുന്നു അച്ഛൻ്റെ അപകടമുണ്ടാകുന്നതിന് 1 മാസം മുമ്പ് ഞങ്ങൾ കുടുംബസമേതം രാമേട്ടൻ്റെ വീട്ടിലെത്തിയത്. എത്ര സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു. അച്ഛനും രാമേട്ടനും കൂടി ഒരു ബ്രാൻഡിക്കുപ്പയുടെ അടപ്പ് തുറക്കാൻ തുടങ്ങിയപ്പോൾ ഞാനും അഭിരാമിയും തൊടിയിലേക്ക് ഇറങ്ങി. മിനിമോൾ അമ്മയുടെ സാരിത്തുമ്പിൽ തൂങ്ങി എന്തിനോ നടക്കുന്നു. കണ്ണിമാങ്ങ എറിഞ്ഞിടാൻ വേണ്ടിയാണ് പറമ്പിലേക്ക് ഇറങ്ങിയത്. എന്നിട്ട് ഉപ്പും കൂട്ടി തിന്നാൻ എല്ലാം കരുതിയാണ് ഇറങ്ങിയത്. പാവാടയും ബ്ലൗസും അണിഞ്ഞ കൗമാരത്തിൻ്റെ മാതകമുട്ടുകൾ മുൻഭാഗത്ത് ബ്ലൗസിനെ കുത്തിത്തുളയ്ക്കാൻ തുടങ്ങിയ ഒരു കിലുക്കാൻ പെട്ടിയായിരുന്നു അന്ന് അഭിരാമി. മീശ മുളച്ച് ശബ്ദം കനത്തു തുടങ്ങിയ, അത്യാവശ്യം കൈപ്രയോഗം തുടങ്ങിയ, ഉറ്റകൂട്ടുകാരൻ ചന്ദ്രനുമൊത്ത് അല്പസ്വല്പം കുരുത്തക്കേടുകൾ കാണിക്കാൻ തുടങ്ങിയ എൻ്റെ മനസ്സിൽ അവളുടെ ഒരു പ്രത്യേക കൗതുകം പണ്ടേ തന്നെ ഉടലെടുത്തിരുന്നു. കവളികൾക്ക് തുടിപ്പ് തുടങ്ങി, പിൻഭാഗത്തിന് ഉലുക്കം തുടങ്ങി. നീണ്ടു പിന്നിയ മൊഴി കയ്യിലെടുത്ത് അമ്മനമാടിക്കൊണ്ട് വാത്തോരാതെ അവൾ പറഞ്ഞുകൊണ്ടിരുന്നത് കേൾക്കാനേ അപ്പോൾ എനിക്ക് പറ്റുമായിരുന്നുള്ളൂ. അങ്ങനെ കിലുകിലെ ചിലച്ചുകൊണ്ട് എന്നെയും കൂട്ടി മാവിൻ ചോട്ടിലേക്ക് പോകുമ്പോഴാണ് അവൾ കണ്ടത്, പറമ്പിൻ്റെ അരികിൽ നിൽക്കുന്ന ഇലിമ്പിപ്പുളിയുടെ മുകൾ ഭാഗത്ത് മുഴുത്ത 3-4 പുളിക്കുലകൾ. നോക്കിയ രാജു, മുട്ടം പുളി, ഇത് പെട്ടെന്ന് വലുതായല്ലോ. അവളുടെ നാവിൽ വെള്ളമുറി. വേണോ? എന്നാൽ ഞാൻ കയറി പറിച്ചു തരാം. ഓ, ഇതിനെനിക്ക് ആരുടെയും സഹായം വേണ്ട. ഇത് പറിക്കാൻ ഞാൻ ധാരാളം. രാജു മാങ്ങ എറിഞ്ഞിട്ടാ മതി. അയ്യേ, പെണ്ണുങ്ങൾ മരത്തെ കയറുമോ? എന്താ പെണ്ണുങ്ങൾ കയറിയാൽ? എനിക്കിതൊക്കെ ഒരു രസമാണ്. എങ്കിൽ കയറി പറിച്ചോളൂ. അവൾ പെട്ടെന്ന് അടുത്ത് കിടന്ന വെട്ടിയിട്ട ഒരു തെങ്ങിൻ മടലെടുത്ത് പുളിമരത്തിൽ ചാരി വെച്ചു. പിന്നെ ലാഘവത്തോടെ പുളിയിൽ പിടിച്ചു കയറി. അയ്യോ, നീ ഒരു മരം കയറി പെണ്ണാണല്ലോ. എൻ്റെ അബി, അയ്യോ, കയറുന്ന കണ്ടില്ലേ, അണ്ണാൻ കയറുന്ന പോലെ. ആ, കഴിഞ്ഞ ആഴ്ച ഞാനായതെന്ന് കയറി പറിച്ച് അത് മുഴുവനും ഇളമ അച്ചാറിടുകയും ചെയ്തു. വീമ്പിളക്കിക്കൊണ്ട് അവൾ ഒരു കുല പറിച്ച് താഴേക്കിട ഒരുങ്ങിയിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. താഴേക്കിട്ടോളൂ. ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കി ഞാൻ പറഞ്ഞു. വേണ്ട, വലിയതാ, ചതഞ്ഞു പോകും. ഒരു കാര്യം ചെയ്യും. രാജു ചുവട്ടിൽ നിന്ന് ഇച്ചിരി മാറി നിന്ന്. എന്തിനാ? ഞാൻ ചോദിച്ചു. അത് പറയാം, മാറി.
ഞാൻ അനുസരിച്ച് അല്പം ദൂരെ മാറി നിന്നു. വല്ലാത്ത പെണ്ണ്. ഞാൻ മാറിക്കഴിഞ്ഞപ്പോൾ അവൾ നീളമുള്ള വലിയ പാവാട മുട്ടുവരെ പൊക്കി മടക്കി, പിന്നെ അടിപ്പാവാട മടക്കി അരയിൽ കുത്തി. ആണുങ്ങൾ മുണ്ട് മടക്കി കുത്തുന്നത് പോലെ. അമ്പടി കള്ളി, സൂത്രക്കാരി തന്നെ. അടിയിലൊന്നും എടുത്തു കാണത്തില്ല. ഞാൻ നേരെ കീഴെ നിന്നു. മേലോട്ട് നോക്കിയാൽ അവളുടെ കാണാക്കുളങ്ങര മുഴുവൻ കാണാമല്ലോ. അതിനായിരിക്കും എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞത്. നല്ല ഒരു ചാൻസ് ആയിരുന്നു. ബാക്കി ഭാഗം അടുത്ത പാർട്ടിലായിരിക്കും.